കുണ്ടായി പാലത്തിന്റെ 100-ാം വാർഷികാഘോഷം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ് നാട്ടുകാർ. ബ്രദേഴ്സ് കുണ്ടായി എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ് പാലത്തിന്റെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1907 സ്ഥാപിക്കപ്പെട്ട ഹാരിസൺ റബ്ബർ പ്ലാന്റേഷൻ ഭാഗമായാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കുണ്ടായി ഇരുമ്പ് പാലം നിർമ്മിച്ചത്. കുറുമാലി പുഴയിലേക്ക് ഒഴുകുന്ന മുപ്ലിപ്പുഴയ്ക്ക് കുറുകെ 80 അടി നീളവും 12 അടി വീതിയിലും നിർമ്മിച്ച പാലം നൂറ്റാണ്ട് പിന്നിട്ടും ഇന്നും കരുത്തു ചോരാതെ തല ഉയർത്തി നിൽക്കുകയാണ്. എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കു പുറമെ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ മലമ്പതി ആദിവാസി നഗറിലുള്ള 30 കുടുംബങ്ങളും കുണ്ടായി എസ്റ്റേറ്റിലെ പാഡികളിൽ താമസിക്കുന്ന കുടുംബങ്ങളും പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഈ പാലത്തെ ആശ്രയിക്കുന്നു. 1920-ലെയും 2018-ലെയും മഹാപ്രളയത്തെ അതിജീവിച്ച കുണ്ടായി പാലം ഇന്നും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ സാക്ഷ്യപത്രമായി തല ഉയർത്തി നിൽക്കുകയാണ്. മുപ്ലിപ്പുഴയ്ക്ക് കുറുകെ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ആട്ടുപാലങ്ങളും പുതുതലമുറയ്ക്ക് വിസ്മയമായി ഇപ്പോഴും ഇവിടെയുണ്ട്. ഞായറാഴ്ച കുണ്ടായി ഇരുമ്പുപാലത്തിന്റെ 100-ാം വാർഷികം തോട്ടം മേഖലയിലെ ആദ്യകാല തൊഴിലാളികളുടെ സംഗമവേദി കൂടിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രദേഴ്സ് കുണ്ടായി എന്ന് ചെയർമാൻ ബാബു കൂനാംപുറത്ത് പറഞ്ഞു. പാലം നിർമ്മാണ സമയത്ത് കുണ്ടായി തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നവരിൽ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 75 പിന്നിട്ട 50ഓളം ആദ്യകാല തോട്ടം തൊഴിലാളികളെ പാലത്തിന്റെ 100-ാം വാർഷികാഘോഷ ചടങ്ങിൽ ആദരിക്കും. ഇതോടനുബന്ധിച്ചുള്ള സംഗമത്തിലും സ്നേഹവിരുന്നിലും ആദ്യകാല തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ സംബന്ധിക്കും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5 വരെ പാലം പരിസരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും ഹാരിസൺ പ്ലാന്റേഷനിലെ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരും സംബന്ധിക്കും. നമ്മളുടെ ഈ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എസ്റ്റേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1907 പക്ഷെ അതിൻ്റെയും 150 വർഷം ബാക്ക് ഉണ്ടെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ പാലത്തിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ 100 വർഷം പിന്നിട്ടു. എല്ലാ നമ്മളെ ഈ പ്രദേശവാസികളെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു. 100 വർഷം പഴക്കമുള്ള കുണ്ടായി ഇരുമ്പ് പാലത്തിൻ്റെ 100-ാം വാർഷികവും അതോടൊപ്പം ഇവിടെ 75-നും 80-നും മുകളിലേക്കുള്ള ഇവിടെ ജീവിച്ചു പോയ തൊഴിലാളികളെ ആദരിക്കൽ എന്ന ചടങ്ങും കൂടിയാണ് ഈ വരുന്ന 8-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് നമ്മൾ നടത്തുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതൊരു പാലമാണ്. 1921 കന്നാറ്റുപാടം പാലം പണിതു. അതിനുശേഷമാണ് 24 കുണ്ടായി ഇരുമ്പ് പാലം പണിയുന്നത്. 8-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സദാശിവനാണ് ഉദ്ഘാടനം കഴിക്കുന്നത്. ആ യോഗത്തിലേക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഈ വാർഡിൻ്റെ മെമ്പർ ഷീല ശിവറാം. ഈ ആശയം വാട്സാപ്പ് കൂട്ടായ്മ എന്നൊരാശയം ഞങ്ങളുടെ ഇവിടുന്ന് ഈ എസ്റ്റേറ്റിൽ നിന്ന് തന്നെ പല 100 വർഷമായിട്ട് പലവരും പല സ്ഥലത്താണ്, ഈ കേരളത്തിൻ്റെ പല ഭാഗത്താണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ കൂട്ടായ്മയുടെയും ഭാഗമായിട്ട് ഞങ്ങളിൽ നിന്നൊരു ആശയം ഉദിച്ചു. അവരെല്ലാവരും അറിയിച്ച് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇതൊരു 5-ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യം തന്നെ ഞങ്ങൾ മെമ്പേഴ്സ് മീറ്റ് നടത്തി, പിന്നെ സ്കോളർഷിപ്പ് പരിപാടി നടത്തി. ഇപ്പോൾ ഈ പാലത്തിൻ്റെ 100-ാം വാർഷികം എന്ന ഒരു ആശയം ഉദിച്ചു വരികയും അതിൻ്റെ ഭാഗമായിട്ട് 1924 എന്നൊരു നമ്പർ ഈ പാലത്തിനകത്ത് കാണുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഒരു 100 വർഷത്തോളം ഈ പാലമായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കാനും ഈ പാലത്തിന് എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2-3 പതിറ്റാണ്ടായിട്ടുണ്ട് ഒരു സിൽവർ പെയിന്റ് ഇതിനകത്ത് അടിച്ചിട്ടുള്ളത്. 8-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് അവരെ ഒരു ആദരം കൊടുത്തുകൊണ്ട് ഒരു സ്നേഹവിരുന്ന് തന്നെയാണ് ഞങ്ങളിവിടെ നടത്താൻ പോകുന്നത് 8-ാം തീയതി. അതിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ ഇന്ന് ഈ പാലം 100-ാം വാർഷിക ആഘോഷിക്കുന്നതോടനുബന്ധിച്ച് 1 വർഷത്തോളമായിട്ട് കുണ്ടായി ബ്രദേഴ്സിലെ വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ 100-ാം വാർഷിക ആഘോഷിക്കുന്നത്. ഈ പാലത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ അത് ഒരുപാട് SC കോളനിക്കും എസ്റ്റേറ്റ് മേഖലയ്ക്കും വളരെ ഉപകാരപ്രദമായിട്ട് പുഴയ്ക്ക് കുറുകെ, അതായത് കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലമാണിത്. ഇവിടുത്തെ മുൻതലമുറക്കാരും ഇപ്പോൾ ഉള്ളവരും കൂടി ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 100-ാം വാർഷികം ഇവിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ കുറച്ച് ആൾക്കാരുടെ മനസ്സിലുദിച്ചൊരു ആശയത്തിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഒട്ടനവധി ആൾക്കാരെ മെമ്പർമാരായി ചേർക്കുകയും ഈ എസ്റ്റേറ്റിന് പുറത്തുള്ളവർ, മലപ്പുറം, അങ്ങനെ പല വിഭാഗത്തായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പരിപാടികൾ ചെയ്തു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഉദിച്ച ഇതിൻ്റെ പേരിലാണ് പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പെയിൻ്റൊക്കെ അടിച്ചെന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് 100-ാം വാർഷികം ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചത്.